എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവും തന്റെ ശിഷ്യന്മാരുമായി പടക് കയറി ഗദരദേശത്തേക്ക് പോകുന്ന ഒരു സംഭവം നാം വായിക്കുന്നു. വലിയ കോളും തിരമാലകളും ആഞ്ഞടിച്ചു. അവരുടെ പടക് മുങ്ങുമാറായി. ആ സമയത്ത് യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ആ അവസരത്തിൽ അത്ഭുതാവഹമായി ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ? ഇന്ന് ലോകത്തിൻ്റെയും പലരുടെയും ഒരു ചോദ്യം അതാണ്, യേശു ആര്? യേശു ആര് എന്ന ചോദ്യത്തിന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് മതിയായ ഉത്തരം നൽകി തരുന്നുണ്ട്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ നമ്മുടെ രക്ഷകനാണ്. മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്ന ഏക രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു രക്ഷകൻ എന്ന് നാം ഇവിടെ വായിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷകൻ മാത്രമല്ല, അവൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തക്കവണ്ണം ലോകത്തിലേക്ക് വന്ന ഒരുവൻ കൂടെയാണെന്ന് നാം അവിടെ വായിക്കുന്നു. അത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു മറുപടി, അവൻ ആര് എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പൊ കാണാതെ പോയ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ തിരഞ്ഞു രക്ഷിപ്പാൻ യേശു ലോകത്തിലേക്ക് വന്നു. ഏറ്റവും പ്രധാനമായി മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ ലോകത്തിലേക്ക് വന്ന കർത്താവ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ കർത്താവ് മാനവകുലത്തിന്റെ രക്ഷകനാണ്. നമ്മുടെ കർത്താവ് പിശാചിന്റെ കെട്ടുകളെ അഴിപ്പാൻ വന്നവനാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നവനാണ്. മാത്രമല്ല, അനേകരുടെ പാപങ്ങളെ മോചിക്കുവാൻ, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയെ കൊടുക്കുവാൻ ലോകത്തിലേക്ക് വന്ന ഈ കർത്താവ്, അവൻ നമ്മോട് കൂടെ എല്ലായ്പ്പോഴുമുണ്ട്. ആ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണത്തോടെ ആയിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശു ആരെന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായ മറുപടിക്കായി സ്തോത്രം. ഓരോ ദിവസം ആ കർത്താവിനെ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു.